രാവിലെ മുതൽ നമ്മൾ ഓരോ ജില്ലകളിൽ നിന്നും കനത്ത മഴയുടെയും മഴക്കെടുതിയുടെയും വിവരങ്ങളാണ് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതി അതിരൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാണ്. പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നു. പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ തന്നെ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തുറന്നുവിടേണ്ട സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കനത്ത കാറ്റ് വീശിയടിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. തീരദേശത്തൊക്കെ തന്നെ കടലാക്രമണം അതിരൂക്ഷമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥിതി രൂക്ഷമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയിൽ എറണാകുളം വടക്കൻ പറവൂർ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് 12, 13, 14 വാർഡുകളിൽ പൂർണ്ണമായും വെള്ളം കയറി. പുലർച്ചെയുടെ കൂടിയാണ് വെള്ളം ഇരച്ചെത്തിയത്. 2 സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ജില്ലയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മഴ ശക്തിപ്പെടുന്നത്? അപകടകരമായ സ്ഥിതിയിലേക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ സ്ഥിതി മാറുന്നുണ്ടോ? എന്തൊക്കെ മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്? പ്രജീഷ്, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ വലിയ തോതിൽ നീരൊഴുക്കുണ്ട്. ആ നീരൊഴുക്കാണ് നമ്മളിപ്പോൾ കാണുന്ന ഇത് വടക്കൻ പറവൂർ കുന്നുകര ആണ്. ഈ കുന്നുകര പഞ്ചായത്തിലെ ഈ 12-ാം വാർഡാണ്. ഈ 12-ാം വാർഡിലെ വീടുകളിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് 2 സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. ചിലരൊക്കെ അടുത്ത വീടുകളിലെ മുകളിലത്തെ നിലയിലേക്കും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളൊപ്പം ഇവിടുത്തെ ഈ വീട്ടിലെ അമ്മ ചേരുന്നു. നമ്മുടെ പേരെന്താ? അമ്മണി. വെള്ളം എപ്പോഴാണ് കയറി തുടങ്ങിയത്? വെളുപ്പിന് 5 മണിയായി. 5 മണിക്ക് ഞങ്ങൾ എണീറ്റപ്പോൾ പേരെ നിറച്ച് വെള്ളം. അപ്പം ഞങ്ങൾ പിന്നൊക്കെ എടുത്ത് ഒക്കെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് അതിനകത്തെ വീട്ടിലേക്ക് പോയി. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ട് കയറിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഏകദേശം ഈ ഒരു പ്രദേശത്ത് ഏകദേശം എത്ര വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു 5-6 വീടുകളും ഉണ്ട്. അവരൊക്കെ ഇതേപോലെ പല വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണോ? എപ്പോഴും ഇങ്ങനെ നല്ലോണം കർക്കിടക മാസം ഇതിന മാസത്തിലൊക്കെ വരാറുണ്ട്. ഇത്രയും വരാറുണ്ടോ? ഇത്രയും വരാറുണ്ട്. ഈ വീടൊക്കെ ആദ്യത്തെ 18 വെള്ളത്തിന് ഈ വീടിന്റെ മുകളിൽ ഈ ലയം കമ്പിയുടെ മുകളിലായിരുന്നു വെള്ളം. ആണല്ലേ? ഇതിപ്പോ ഇന്നിപ്പോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നല്ലേ? ഇതിപ്പോ പെട്ടെന്നുള്ള വെള്ളം ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല. സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാൻ പറ്റിയോ? മാറ്റാനോ കുറച്ചൊക്കെ അവിടെ കിടപ്പുണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ടൊക്കെ. ഞങ്ങളുടെ പെര പൊട്ടിപ്പൊളിഞ്ഞേക്കണ ഞങ്ങൾക്ക് ധൈര്യമില്ല, പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ ഇന്ന് രാവിലെയോടുകൂടി പെട്ടെന്നാണ് വെള്ളം ഇരച്ചെത്തിയതെന്നാണ് ഈ പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ ചാലക്കുടി പുഴയാറും അതോടൊപ്പം തന്നെ ഈ പെരിയാറും, ഈ രണ്ടും ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന സ്ഥലമാണ്. രാവിലെയോടുകൂടി പെരിയാറിൽ നിന്ന് വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടായിരുന്നു. ആ നീരൊഴുക്കാണ് ഇത്രയേറെ ശക്തിയായി വർദ്ധിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴയാറിലെയും നീരൊഴുക്ക് കൂടിയതാണ് ഈ വെള്ളം ഇങ്ങനെ ഇരച്ച് എത്താൻ കാരണം. ഏകദേശം 10-15ഓളം വീടുകൾ ഈ 12-ാം വാർഡിൽ തന്നെ പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടുണ്ട്. 2 സ്കൂളുകളാണ് പ്രധാനമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ നീരൊഴുക്ക് പുഴയിലേക്ക് നോക്കിയാൽ കാണാം. അതിശക്തമായ രീതിയിലുള്ള നീരൊഴുക്കാണ്. തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് റോഡാണ്. ആ റോഡിലാണ് ഇപ്പോൾ ആളുകൾ വള്ളം ഇട്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ മറ്റുമൊക്കെ ഉണ്ട്. വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് വാർഡ് മെമ്പറോട് ചോദിക്കാം. മെമ്പർ, ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും വെള്ളം ക്രമാതീതമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആളെ മാറ്റാനായിട്ട് വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആളെ നമ്മൾ ഇപ്പോൾ ചലാക്ക് സ്കൂളിൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി. കാണുന്നത് റോഡാണല്ലേ? ഈ കാണുന്ന അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ഇത് കാണുന്നത്. റോഡിൽ ഏകദേശം എത്രത്തോളം? അരയ്ക്ക് വെള്ളമുണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ കൂടി പോകാൻ സാധിക്കില്ല. ഇതിൽ കൂടി വേണം പോകാനായിട്ട്. ഇപ്പം ഏകദേശം ഇപ്പം ഈ ഭാഗത്ത്, ഈ 2 ഭാഗത്തുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഭിന്നശേഷിക്കാരനൊരു കുട്ടി ഉൾപ്പെടെയുള്ള വീടാണ്. അവിടെ നിന്നൊക്കെ എല്ലാവരെയും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം 23 വീടിൻ്റെ അകത്ത് നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിലൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ് വെള്ളം വന്നത്. പെരിയാറിൽ നിന്നുള്ള വെള്ളവും ഇപ്പം നിലവിൽ 11 മണിക്ക് ശേഷം ചാലക്കുടിയാറിൽ നിന്നുള്ള വെള്ളമുണ്ട്. ഈ 2 വെള്ളം കൂടി വന്നതോടുകൂടി ഈ തുരുത്ത് നിലവിൽ ഒറ്റപ്പെട്ട രീതിയിലാണ്. ഇപ്പോൾ പല സ്ഥലത്തുനിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി വയ്ക്കാനും. ഒരു 3 മണിക്ക് ശേഷം ആളുകളെ നമ്മൾ സ്കൂളുകളിലേക്കും അവരുടെ ബന്ധുവീടുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യും. നിലവിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ PA ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എല്ലാവിധ ഹെൽപ്പുമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ 2012 പ്രളയം ആണ് ആളുകളുടെ മനസ്സിൽ. അത് വലിയൊരു ആശങ്കയായിട്ട് ആളുകളുടെ ഉള്ളിലുണ്ട്. സമയത്ത് ഏകദേശം വലിയ തോതിൽ വെള്ളം കയറി. പ്രളയം ഈ തുരുത്തെന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത രീതിയിൽ മുങ്ങി. ഇപ്പം നമ്മുടെ പിറയിൽ കാണുന്ന ആ വീടിൻ്റെ മുകളിൽ കൂടിയൊക്കെ ആയിരുന്നു വെള്ളം പോയിക്കൊണ്ടിരുന്നത് പ്രളയത്തിൽ 2018. ആ ഭീതി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അതാണ്
ഏകദേശം എത്ര വീടുകളിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി? 23 വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഉള്ളിൽ. പിന്നെ ചുറ്റുവട്ടത്ത് വീട് ഒറ്റപ്പെട്ട രീതിയിലുള്ള വീടുകൾ അനവധിയുണ്ട്. ഇത് പോരെങ്കിൽ ഒരു തുരുത്താണ്. നമ്മളെ പെരിയാറിനാലും ചാലക്കുടിയാറിനാലും ചുറ്റപ്പെട്ട ഒരു തുരുത്തും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ കൂടിയാണ്. ആളുകളെല്ലാവരും ഇപ്പോഴും ക്രമാതീതമായിട്ട് കൃത്യമായിട്ടൊരു ഉത്തരം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. വില്ലേജിൽ നിന്നോ താലൂക്കിൽ നിന്നൊന്നും കൃത്യമായിട്ടൊരു നിർദ്ദേശം നമുക്ക് കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പറാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏകദേശം രാവിലെയോടുകൂടിയൊക്കെ തൊഴിലിന് പോയ ആളുകളാണ് ഇവരല്ലേ അല്ലേ? രാവിലെ ജോലിക്ക് പോയത്? അതെ ജോലിക്ക് പോയതാണ്. തിരിച്ചു വന്നാൽ കാരണം വെള്ളം കയറുന്ന പറഞ്ഞിട്ട് കാരണം വീടുകളിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കയറ്റി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നതാണ് പെട്ടെന്ന്. കാരണം ചാലക്കുടി പെരിയാറും രണ്ട് സൈഡിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കാരണം രാവിലെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതനുസരിച്ചാണ് എല്ലാവരും ജോലിക്ക് പോകാൻ തയ്യാറായത്. ജോലിക്ക് പോയിട്ട് തിരിച്ച് ഓടി വരേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആളുകൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം അവരുടെ വീടുകളിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കാനും ഒക്കെ ആയിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോ നിൽക്കുന്നത് അവിടുത്തെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. ശ്യാംപ്രസാദ് ഉത്തമൻ വടക്കൻ പറവൂരിലെ ദുരിത കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. അങ്ങേയറ്റം ദുരിതമയമാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആ രൂക്ഷമായ സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള വാഹനങ്ങളുമായിട്ട് അവിടേക്ക് പോകരുത്. വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ റോഡാണെന്ന് കരുതി പലപ്പോഴും ഒക്കെ തന്നെ കുഴികൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം. നമുക്കിനി വയനാട്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെയും കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും പുഴകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സുൽത്താൻ ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴംകുനി ആദിവാസി ഉന്നതിയിലുള്ളവരെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എം കമൽ ചേരുന്നുണ്ട്. കമൽ, ഉന്നതികളിലടക്കം വിവിധ പ്രദേശങ്ങളിലെ സ്ഥിതി എന്താണ്? മഴ ശക്തമായി പെയ്യുന്നുണ്ടോ? അതിനുശേഷമുള്ള വെള്ളക്കെട്ടൊക്കെ എത്രത്തോളം ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്? എം കമൽ. പ്രജീഷ്, ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി ജില്ലയിൽ പെയ്തത്. ഇപ്പോൾ ഉച്ചയോടുകൂടി ഇപ്പോൾ നമ്മൾ ഈ ലൈവ് കൊടുക്കുമ്പോൾ അല്പം വെയിലൊക്കെ തെളിയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും 1 മണിക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് റെഡ് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ ഇനിയും ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ രാത്രി അതിതീവ്ര മഴ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊണ്ടർനാട് പഞ്ചായത്തിലെ തേറ്റമലയിൽ 278 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 202 മില്ലിമീറ്ററിന് മുകളിലാണ് അതിതീവ്ര മഴ. ഇത് 278 മില്ലിമീറ്ററാണ് തേറ്റമലയിൽ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം മേപ്പാടിയിലെ എളമ്പിലേരിയിൽ 243, മുണ്ടക്കൈ മലമുകളിലെ എസ്റ്റേറ്റിൽ 238, അത്തരത്തിൽ പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിനടുത്തുള്ള കാപ്പിക്കളത്ത് ഒക്കെ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും പുഴകൾ കവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കല്ലൂർ പുഴ കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒരു ഉന്നതിയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതൊഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിലും വയലുകളിലുമൊക്കെയാണ് നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ആ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്ക ഭീഷണി ജില്ലയിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഉച്ചയ്ക്ക് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ജില്ലാ ഭരണകൂടം കർശന ജാഗ്രതയാണ് പുലർത്തുന്നത്. എം കമലാണ് വയനാട്ടിലെ ദുരിത കാഴ്ചകൾ പങ്കുവച്ചത്. ഇടുക്കിയിലേക്ക് നമുക്ക് പോകാം. നെടുങ്കണ്ടത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. ഉടമ്പൻചോലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുകയാണ്. ഏക്കർ കണക്കിന് ഏലം കൃഷികൾ നശിച്ചു. കല്ലാർപുഴ കരകവിഞ്ഞൊഴുകുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. മലങ്കര അണക്കെട്ടിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ജെയിൻ, ജില്ലയിൽ റെഡ് അലർട്ട് ആണല്ലോ. ഏതൊക്കെ ഈ തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര മേഖലകൾ, പ്രദേശങ്ങൾ, അവിടെയൊക്കെ എന്താണ് സ്ഥിതി ഇപ്പോൾ? പ്രജീഷ്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ജില്ലയിലുള്ളത്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ്. അതോടൊപ്പം തന്നെ ദേവികുളം താലൂക്കിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തൊടുപുഴ താലൂക്കാണ് 100 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ച മറ്റൊരു താലൂക്ക്. പീരുമേട് ഉടുമ്പൻചോല താലൂക്കിൽ താരതമ്യേന മഴ കുറവാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനപ്പെട്ട നദികളെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മലങ്കര ഡാമാണ്. മലങ്കര ഡാമിൽ 6 ഷട്ടറുകളാണുള്ളത്. അതിൽ 2 ഷട്ടറുകൾ 150 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു ഷട്ടർ 50 സെൻറ്റിമീറ്ററും മറ്റ് 3 എണ്ണം ഏതാണ്ട് 100 സെൻറ്റിമീറ്റർ വരെയാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ഉയർത്തി വെച്ചിരിക്കുന്ന ഷട്ടറുകളുടെ അളവ് 2 മീറ്ററായി ഉയർത്താനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. ജലസേചന വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് 2.5 മീറ്ററായി ഉയർത്താനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം ഇന്നലെ തന്നെ തൊടുപുഴയാറിലെ ജലനിരപ്പ് ഏതാണ്ട് പ്രളയ ലെവലിന് മുകളിലാണ്.
വീണ്ടും മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയാൽ തൊടുപുഴയാറിലെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജലസേചന വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 മണിക്ക് കൂടുതൽ വെള്ളം ഒഴുക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ തൽക്കാലം അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ജലസേചന വകുപ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം തുറന്നുവിടും. സജീഷ്, ഇടുക്കിയിലും മഴ ശക്തമാണ്, റെഡ് അലർട്ടാണ്. അപ്പോൾ തീവ്രമഴ പെയ്യാനുള്ള സാധ്യതയും പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയുമാണ് ഇപ്പോൾ ജെയിനസ് രാജു വ്യക്തമാക്കിയത്. കൂടുതൽ ആളുകൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖല, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ മേഖലയിലാണ്. അവിടേക്കൊക്കെ ഈ വിനോദയാത്രയ്ക്കൊന്നും പോകാൻ പാടില്ല, ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല. തീർത്തും അനാവശ്യ യാത്രകൾ ഈ പ്രദേശത്തേക്കുള്ളത് ഒഴിവാക്കണം. പിന്നീട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കടപുഴകിയൊക്കെ അല്ലെങ്കിൽ വീഴാറായി നിൽക്കുന്ന മരച്ചില്ലകൾ, മരക്കൊമ്പുകൾ, മരങ്ങൾ, ഇതിൻ്റെയൊക്കെ ചുവട്ടിലൂടെയൊക്കെയുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. മാത്രമല്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപകടാവസ്ഥയിൽ മറിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതരെ ഒപ്പം തന്നെ കൗൺസിലർമാരെയൊക്കെ തന്നെ അറിയിക്കണം. അറിയിച്ച് അവിടുത്തെ ഒരു അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കുകയും വേണം. ഇനി നമുക്ക് ചൂരൽമലയിലേക്ക് പോയി കഴിഞ്ഞാൽ പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ആശങ്കയിലാണ് അവിടുത്തെ ആളുകളുള്ളത്. ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളലുണ്ടായി. പുഴ കര കവിഞ്ഞാൽ ജീവന് ഭീഷണിയാവുകയും തൊഴിലില്ലാതാവുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ പരാതി. അതിന്റെ പടവെട്ടിക്കുന്നിലെ 27 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നും നാട്ടുകാർ രംഗത്ത് വന്നു. ചൂരൽമലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുന്നപ്പുഴയിലും ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ശക്തമായ കുത്തൊഴുക്കില്ല, കുത്തൊഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്നലെ ഉണ്ടായ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഈ ബെയിലി പാലത്തിന്റെ താഴെയുള്ള തൂണിന്റെ താഴ്ഭാഗത്തിലുള്ള മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒപ്പം തന്നെ അതിന്റെ സംരക്ഷണ ഭിത്തിയും 3 സ്ഥലങ്ങളിൽ വിള്ളലുണ്ടായി. ഇത് ഒരു ആശങ്ക ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് പാലത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമോ എന്നൊരു ആശങ്കയുണ്ടായി. പക്ഷേ അല്പസമയത്തും കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ മണ്ണൊലിച്ചുപോയ ഭാഗത്ത് പുറത്തുനിന്ന് മണ്ണും കല്ലും കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ, അവരാണ് ഈ കരാർ ഏറ്റെടുത്ത്, അവരുടെ നേതൃത്വത്തിൽ ആ പണി നടക്കുകയാണ്. പക്ഷേ അപ്പോഴും സംരക്ഷണ ഭിത്തിയിലുള്ള തകർച്ചയുണ്ട്. അതും പരിഹരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. സമയബന്ധിതമായി നദിയുടെ ഒഴുക്കിനെ കൃത്യതയോടുകൂടി പുനഃക്രമീകരിക്കുന്നതിൽ പാളിച്ച വന്നു. ആ പരാജയമാണ് ഇന്നലെ വീണ്ടും നിശ്ചയിച്ചതായിരിക്കുന്ന ഗതി മാറി ഇവിടെ ചൂരൽമല പ്രദേശത്ത് ഒഴുകിപ്പോകാൻ ഇടവന്നതായ കാരണം. ഇന്ന് ഈ ചൂരൽമലയിൽ നിന്നും ഈ സ്കൂൾ റോഡ്, അവിടെ ഈ റോഡ് മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. ആ റോഡ് പുനർനിർമ്മിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി. പടവെട്ടിക്കുന്നിലേക്കുള്ള റോഡാണുള്ളത്. ആ പടവെട്ടിക്കുന്നിൽ 27 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർ സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗോസോൺ ഏരിയ, അതായത് സുരക്ഷിതമായ സ്ഥലമെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുനരധിവാസം ലഭിച്ചിട്ടില്ല. ഈ 27 കുടുംബങ്ങൾ അവർ വലിയ പ്രതിഷേധത്തിലാണ്, തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതില്ലാതെ അത് തങ്ങളെ ഈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഈ റോഡ് നിർമ്മാണം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷേധമുണ്ടായി. റോഡ് നിർമ്മാണം തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞങ്ങളൊരു 27 കുടുംബത്തിനെ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടം കറക്കണം. അവര് നിങ്ങൾ ഉണ്ടാവും ഉൾപ്പെടുത്തും. അവർ വ്യക്തമായിട്ട് ഇതുവരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. തോട്ടം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ഇവിടെ താമസിക്കണം എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ. കടുത്ത പ്രതിഷേധം അവർ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ പോലീസ് ഇപ്പോൾ സുരക്ഷിതം ശക്തമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നു, പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഇമോഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ വർക്കും നടക്കണം. അത് എൻ്റെ അഭ്യർത്ഥന. വർക്ക് നടക്കിക്കോട്ടെ. അങ്ങനെ ഈ മൊത്തം അത് ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായില്ല. ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ 27 കുടുംബങ്ങൾ, പടവെട്ടിക്കുന്നിലെ കുടുംബങ്ങൾ, അവരാണ് പ്രധാനമായും പ്രതിഷേധ രംഗത്തുള്ളത്. പക്ഷേ പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് തടയാനെന്നാണ് സർക്കാർ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പോലീസ് ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴയുടെ തോത് എത്ര ദിവസം കൂടി ഉണ്ടാകുമെന്നടക്കമുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. ഡോക്ടർ അഭിലാഷ് കുസാറ്റ് പ്രൊഫസർ ചേരുന്നുണ്ട്. ഡോക്ടർ അഭിലാഷ്, ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് പ്രകാരം റെഡ് അലർട്ട് വരുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. മറ്റിടങ്ങളിലാണ് യെല്ലോ അലർട്ട്. അപ്പോൾ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണോ വരും ദിവസങ്ങളിൽ കാണുന്നത്? മഴയുടെ തോതും മഴയുടെ ശക്തിയും ഒക്കെ എങ്ങനെയായിരിക്കും, കാറ്റിൻ്റെയും പ്രത്യേകിച്ച്?
അടുത്ത 2-3 ദിവസം കൂടെ, അതായത് ഇന്ന് റെഡ് അലർട്ട് പറഞ്ഞിട്ടുള്ള ജില്ലകൾ 3 ജില്ലകളാണ്, ഇടുക്കി, മലപ്പുറം, വയനാട്. അപ്പൊ ഈ ജില്ലകളിൽ എന്തായാലും അതിതീവ്ര മഴയുടെ അടുപ്പിച്ചുള്ള മഴയുടെ സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്പെല്ല് അടുത്ത 2 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സാഹചര്യം നിലവിലുണ്ട്. കാരണം മധ്യ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ അത് കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെട്ട്, പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ ഉള്ള മഴയുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതലും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മഴയാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല നദികളും ഇപ്പോൾ ഏകദേശം ഓറഞ്ച് നദികളുടെ ഫ്ലഡ് ലെവൽ ആ ഒരു ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മെയ്യിലും ജൂണിലും കിട്ടിയ ആ ഒരു സ്പെല്ലിനെ അപേക്ഷിച്ച് ഇപ്പൊ കിട്ടുന്ന സ്പെല്ല് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം മെയ്യിലും ജൂണിലും ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മഴ കിട്ടിയപ്പോ ഉള്ള ഒരവസ്ഥയല്ല. കാരണം ഓൾറെഡി തന്നെ നമുക്ക് കൂടുതൽ മഴ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തില് ഇപ്പോൾ കിട്ടുന്ന മഴ നല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായ മഴയാണ്. കാരണം അത്ര അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെട്ട മഴയല്ല എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതെങ്കിൽ പോലും കിഴക്കൻ മഴയോല മേഖല കേന്ദ്രീകരിച്ച് പല പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 20 സെന്റിമീറ്റർ അടുത്ത് 15 മുതൽ 20-22 സെന്റിമീറ്റർ വരെയൊക്കെ ഉള്ള മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നുകൂടി ആ ലെവലിൽ തുടർന്നു പോകും. ഒരുപക്ഷെ അത് 28-ാം തീയതി വരെയൊക്കെ ഈ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് മാറി ഓറഞ്ച് അലർട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും 28-ാം തീയതി വരെയൊക്കെ ഈ ഒരു പാറ്റേൺ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് കൂടുതലും പ്രശ്നങ്ങൾ നമുക്ക് ഈ മലയോര മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള കൂമ്പാര മേഘങ്ങളാണ് കാണുന്നത്.